നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് പ്രീവിയസ് സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ കാറ്റഗറി നമ്പർ 138/2023. 1. BN ഭട്നഗർ, ഡോക്ടർ രാജ രാമണ്ണ, ലക്ഷ്മണസ്വാമി മുതലിയാർ. 2. VP മേനോൻ, ഫസൽ അലി, KM പണിക്കർ. 3. ഗുൽസരിലാൽ നന്ദ, TT കൃഷ്ണമാചാരി, CD ദേശ്മുഖ്. ഇവയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പുനഃസംഘടന നടത്താൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാം? ഉത്തരം ഇവയൊന്നുമല്ല. 1. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. 2. ബോസ്റ്റൺ ടീ പാർട്ടി. 3. രക്തരൂക്ഷിത ഞായറാഴ്ച. 4. ബോക്സർ കലാപം. ഇവയിൽ രക്തരൂക്ഷിത ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റഷ്യൻ വിപ്ലവം. 1. പെൻഗംഗ. 2. തുംഗഭദ്ര. 3. ദാമോദർ. 4. തിസ്ത. ഇന്ത്യയിലെ ചില നദികളാണിവ. ഇതിൽ ഗോദാവരിയുടെ പോഷക നദി ഏത്? പെൻഗംഗ. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം ഇവ ഏത് വിഭാഗത്തിൽ പെടുന്നു? ധാതു ഇന്ധനങ്ങൾ. 1947 കെ കേളപ്പൻ്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള പ്രമേയം പാസാക്കിയ കൺവെൻഷൻ നടന്നതെവിടെ? തൃശ്ശൂർ. മേൽ തന്നിരിക്കുന്ന അടയാളം ഭൂപടങ്ങളിൽ എന്തിനെ സൂചിപ്പിക്കുന്നു? കോണ്ടൂർ രേഖകൾ. 1. അലഹബാദ്, ഹാൽദിയ. 2. സാദിയ, ധ്രുബി. 3. കോട്ടപ്പുറം, കൊല്ലം. 4. കാക്കിനഡ, പുതുച്ചേരി. ഇന്ത്യയിലെ ചില ദേശീയ ജലപാതകളാണിവ. ഇവയിൽ NW1 ഏത്? ഉത്തരം അലഹബാദ്, ഹാൽദിയ. 1. ലണ്ടൻ മിഷൻ സൊസൈറ്റി LMS. 2. ചർച്ച് മിഷൻ സൊസൈറ്റി CMS. 3. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ BEM. മലബാർ മേഖലയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഇവരിൽ ആരാണ് നേതൃത്വം നൽകിയത്? ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ BEM. 2021 ഓഗസ്റ്റിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അധ്യക്ഷത വഹിച്ച അന്താരാഷ്ട്ര ഘടകം ഇവയിൽ ഏതാണ്? UN രക്ഷാസമിതി. 1. നെല്ല്. 2. കരിമ്പ്. 3. ചോളം. 4. ഗോതമ്പ്. മേൽപ്പറഞ്ഞ കാർഷിക വിളകളിൽ ഉൽപാദനത്തിൽ ഇന്ത്യ 2ാം സ്ഥാനത്തുള്ള വിള അല്ലെങ്കിൽ വിളകൾ ഏത് അല്ലെങ്കിൽ ഏവ? ഉത്തരം നെല്ല്, കരിമ്പ് എന്നിവ. 1. സിയാൽ CIAL. 2. ഹിൻഡാൽകോ. 3. കൊച്ചി മെട്രോ KMRL. 4. ഫിലിപ്സ് കാർബൺ ബ്ലാക്ക് ലിമിറ്റഡ് PCBL. ഊർജ സ്രോതസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഇവയിൽ ഒരു സ്ഥാപനം വ്യത്യസ്തമാണ്. ഏത്? ഫിലിപ്സ് കാർബൺ ബ്ലാക്ക് ലിമിറ്റഡ് PCBL. പൗരസ്വാതന്ത്ര്യത്തിനും ജനായത്ത ഭരണത്തിനും വേണ്ടി നടത്തിയ സമരം ഇവയിൽ ഏതാണ്? 1. നിവർത്തന പ്രക്ഷോഭം. 2. ഈഴവ മെമ്മോറിയൽ. 3. പുന്നപ്ര വയലാർ കലാപം. 4. അഞ്ചുതെങ്ങ് കലാപം. ഉത്തരം പുന്നപ്ര വയലാർ കലാപം. താഴെ തന്നിട്ടുള്ളവയിൽ റാബി വിളയിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ A കരിമ്പ്. ഓപ്ഷൻ B ഗോതമ്പ്. ഓപ്ഷൻ C പുകയില. ഓപ്ഷൻ D കടുക്. ഉത്തരം ഓപ്ഷൻ A കരിമ്പ്. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പയിര് ഖനന മേഖലകൾ താഴെ തന്നിരിക്കുന്നു. 1. ഒഡീഷ സുന്ദർഗഡ്. 2. കർണാടകം നീലഗിരി. 3. തമിഴ്നാട് സേലം. 4. ജാർഖണ്ഡ് സിംഗ്ഭം. മുകളിൽ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത്? ഉത്തരം കർണാടകം നീലഗിരി. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ A സൗരോർജം. ഓപ്ഷൻ B കാറ്റിൽ നിന്നുള്ള ഊർജം. ഓപ്ഷൻ C പെട്രോളിയം. ഓപ്ഷൻ D തിരമാലകളിൽ നിന്നുള്ള ഊർജം. ഉത്തരം ഓപ്ഷൻ C പെട്രോളിയം. ലോക വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായിട്ടുള്ളത് ഏതൊക്കെ?
ഒന്ന് 1995 ജനുവരി 1 ജനീവ ആസ്ഥാനമാക്കി നിലവിൽ വന്നു. 2 ലോക വ്യാപാര സംഘടനയുടെ സ്ഥാപക രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. 3 2015 ഏപ്രിലെ കണക്കനുസരിച്ച് 171 രാജ്യങ്ങൾ അംഗങ്ങളാണ്. ഉത്തരം 1995 ജനുവരി 1 ജനീവ ആസ്ഥാനമാക്കി നിലവിൽ വന്നു. ലോക വ്യാപാര സംഘടനയുടെ സ്ഥാപക രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. താഴെ തന്നിട്ടുള്ളവയിൽ ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിച്ചു. ഓപ്ഷൻ ബി ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. ഓപ്ഷൻ സി വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. ഓപ്ഷൻ ഡി ഭക്ഷ്യധാന്യങ്ങൾ കരുതൽ ശേഖരമായി സംരക്ഷിക്കാൻ സാധിച്ചു. ഉത്തരം ഓപ്ഷൻ സി വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. 2020 ഏപ്രിൽ 1 ബാങ്ക് ലയനത്തിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ച ബാങ്കുകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും. ഓപ്ഷൻ ബി ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും. ഓപ്ഷൻ സി സിൻഡിക്കേറ്റ് ബാങ്കും അലഹബാദ് ബാങ്കും. ഓപ്ഷൻ ഡി ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും ആന്ധ്ര ബാങ്കും. ഉത്തരം ഓപ്ഷൻ എ ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും. ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി ആര്? നിർമ്മല സീതാരാമൻ. ഒന്നാം പാർലമെൻറ്റിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. ഭരണഘടനയുടെ 356 വകുപ്പ് പ്രയോഗിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റുകളെ പിരിച്ചുവിടാൻ. ഡോക്ടർ PM മുബാറക് പാഷ ഏത് സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആണ്? ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല. കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കാലാവസ്ഥ അനുരൂപ കൃഷി മാതൃകാ പദ്ധതി 2020 ആരംഭിച്ച പ്രദേശം മൺട്രോ തുരുത്ത്, കൊല്ലം. ധർമ്മടം നിയമസഭാ മണ്ഡലം ഏത് ജില്ലയിലാണ്? കണ്ണൂർ. ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അവകാശം നിക്ഷിപ്തമായിരിക്കുന്നത് ഗവർണർക്ക്. വിക്ടേഴ്സ് ചാനലിൽ സംരക്ഷണം ചെയ്യുന്ന കിളിക്കൊഞ്ചൽ എന്ന വിനോദ വിജ്ഞാന പരിപാടിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ 6 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. ഓപ്ഷൻ ബി 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. ഓപ്ഷൻ സി 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. ഓപ്ഷൻ ഡി ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക്. ഉത്തരം ഓപ്ഷൻ ബി 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. ഒളിമ്പിക്സ് മെഡൽ ജേതാവ് PR ശ്രീജേഷിന് സംസ്ഥാന സർക്കാർ സ്ഥാനക്കയറ്റം നൽകിയത് വിദ്യാഭ്യാസ വകുപ്പിൽ ജോയിൻറ്റ് ഡയറക്ടറായി. UNOയുടെ ഇന്റർ ഗവൺമെൻ്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ അടുത്തിടെ പുറത്തിറക്കിയ റിപ്പോർട്ട് 6ാമത്. 2020 വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ മുഖ്യ പ്രമേയമായിരുന്നു ജൈവ വൈവിധ്യത്തെ ആഘോഷിക്കുക. മൗലിക അവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ. കേരളത്തിലെ ആദ്യ സ്പൈസസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പുറ്റടി, ഇടുക്കി. ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിൻ്റെ ഈയിടെ ആഘോഷിച്ച ജൂബിലി രജത ജൂബിലി. PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണർ. COVID-19 രോഗപ്രതിരോധത്തിന് റഷ്യ വികസിപ്പിച്ച വാക്സിൻ ഏത്? സ്പുട്നിക്. ഗോയിറ്റർ എന്ന രോഗാവസ്ഥ ഏത് ധാതുവിൻ്റെ അഭാവം കൊണ്ടാണ് ഉണ്ടാകുന്നത്? അയഡിൻ. ആരോഗ്യവാനായ ഒരാളുടെ രക്തസമ്മർദ്ദ നിരക്ക് എത്ര? 120/80 mm/Hg. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത ജോഡി ഏത്? ഓപ്ഷൻ എ ജീവകം A റെറ്റിനോൾ. ഓപ്ഷൻ ബി ജീവകം C റൈബോഫ്ലാവിൻ. ഓപ്ഷൻ സി ജീവകം B1 തയാമിൻ. ഓപ്ഷൻ ഡി ജീവകം E ടോക്കോഫെറോൾ. ഉത്തരം ഓപ്ഷൻ ബി ജീവകം C റൈബോഫ്ലാവിൻ. ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഹൃദ്യം. ഇന്ത്യയിൽ COVID-19 സ്ഥിരീകരിച്ച ആദ്യ ജില്ല തൃശ്ശൂർ.
താഴെ പറയുന്നവയിൽ അയഡിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ: 1. ഗോയിറ്റർ, 2. ക്രിറ്റിനിസം, 3. ഹൈപ്പോതൈറോയിഡിസം. ഉത്തരം ഗോയിറ്റർ, ക്രിറ്റിനിസം, ഹൈപ്പോതൈറോയിഡിസം. TPRൻ്റെ പൂർണ്ണരൂപം ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്. 1 കിലോഗ്രാം മാസുള്ള വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിൻ്റെ തുല്യമായ ബലമാണ് 1 കിലോഗ്രാം ഭാരം. 1 കിലോഗ്രാം വെയ്റ്റ് എത്ര ന്യൂട്ടനാണ്? 9.8 ന്യൂട്ടൺ. മഴവില്ല് ഉണ്ടാകുവാൻ കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? പ്രകീർണം. ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ പ്രതല ബലത്തിന് കാരണം ഏത് ബലമാണ്? കൊഹിഷൻ ബലം. ചന്ദ്രയാൻ 2ൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? മുത്തയ്യ വനിത. തമോഗർത്ത രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ കണ്ടെത്തലുകൾക്ക് 2020 ഭൗമശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ച ശാസ്ത്രജ്ഞൻ ആര്? റോജർ പെൻറോസ്. അലുമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റിൻ്റെ രാസസൂത്രം ഏത്? Al2O3 2H2O. പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മാണത്തിൽ ശോഷകാരകമായി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത്? കാൽസ്യം ഓക്സൈഡ്. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു? ഡി ബ്ലോക്ക്. 2020 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം പങ്കിട്ട ജേതാക്കൾ ആരൊക്കെയാണ്? ഇമ്മാനുവൽ ഷാർപെൻറ്റർ, ജെനിഫർ എ ഡൗസ്ത. ജനിതക ഘടനയിൽ മാറ്റം വരുത്തുന്നതിനുള്ള നൂതന ജീൻ എഡിറ്റിംഗ് സങ്കേതത്തിനാണ് 2020 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. ഈ സാങ്കേതിക വിദ്യ ഏത് പേരിൽ അറിയപ്പെടുന്നു? CRISPR-Cas9. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? KM പണിക്കർ. സാരേ ജഹാൻ സേ അച്ഛാ എന്ന പ്രശസ്ത ഗാനം രചിച്ചത് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ. ബഷീർ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസം ആണ്? ജൂലൈ 5. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സമ്പർക്കക്രാന്തി എന്ന നോവൽ രചിച്ചത് ആരാണ്? വി ഷിനിലാൽ. മലയാളത്തിലെ ആദ്യ ശബ്ദ സിനിമയായി അറിയപ്പെടുന്ന സിനിമ ഏതാണ്? ബാലൻ. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത്? ഹോക്കി. രഞ്ജി ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും സെർച്ച് എഞ്ചിൻ അല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ യാഹൂ, ഓപ്ഷൻ ബി ജിമെയിൽ, ഓപ്ഷൻ സി ഗൂഗിൾ, ഓപ്ഷൻ ഡി ബിങ്. ഉത്തരം ഓപ്ഷൻ ബി ജിമെയിൽ. മനുഷ്യ ശാരീരിക സവിശേഷതകൾ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബയോമെട്രിക് സെൻസർ. റെയിൽവേ റിസർവേഷൻ സിസ്റ്റം ഏത് നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? WAN. ഡിജിറ്റൽ എംപവർമെൻറ്റ് ഫൗണ്ടേഷൻ വിതരണം ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഫോർ എംപവർമെൻറ്റ് ഇന്നോവേഷൻ അറ്റ് COVID-19 പുരസ്കാരം 2020-21 കരസ്ഥമാക്കിയ സ്ഥാപനം കൈറ്റ്. സായുധ സേനാ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കായി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ച ടെലിമെഡിസിൻ സർവീസാണ് സെഹത് OPD. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? എ. എല്ലാവിധ വിവരങ്ങളും നിയമപ്രകാരം പ്രാപ്തമാക്കേണ്ടതാണ്. ബി. കമ്പ്യൂട്ടറിൽ ശേഖരിച്ചിരിക്കുന്ന വിവരങ്ങൾ അപേക്ഷകന് നൽകേണ്ടതില്ല. സി. പ്രമാണങ്ങളുടെ പകർപ്പുകൾക്ക് അപേക്ഷകന് അർഹതയുണ്ട്. ഡി. അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി വിവരാവകാശത്തെ കണക്കാക്കാം. ഉത്തരം പ്രമാണങ്ങളുടെ പകർപ്പുകൾക്ക് അപേക്ഷകന് അർഹതയുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി വിവരാവകാശത്തെ കണക്കാക്കാം. ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾക്ക് സമഗ്രമായ മാറ്റം വരുത്തിയത് എന്നാണ്? 2019. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. എ. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിനുള്ള നിയമത്തിൽ രണ്ടാനച്ഛനെയും രണ്ടാനമ്മയെയും അച്ഛനമ്മമാർ എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. ബി. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ ചുമതല അവരുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും മാത്രമാണ്. സി.
പൗരാവകാശ നിയമപ്രകാരം അസ്പൃശ്യത കാരണമാക്കിയുള്ള മതപരമായ അവശതകൾ നിരോധിക്കുന്നില്ല. ഡി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതിന് ശുപാർശ നൽകുന്ന കമ്മിറ്റിയുടെ അധ്യക്ഷൻ രാഷ്ട്രപതിയാണ്. ഉത്തരം: എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് മനുഷ്യജീവന് അപകടമാകുന്ന രീതിയിൽ പൊതുവഴിയിലൂടെ വാഹനം ഓടിക്കുന്നത് ശിക്ഷാർഹമാവുന്നത്? വകുപ്പ് 279. കുട്ടികളെ ലൈംഗിക അതിക്രമത്തിൽ നിന്നും രക്ഷിക്കുന്നതിനുള്ള പ്രത്യേക നിയമപ്രകാരം സ്പെഷ്യൽ കോർട്ടായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള കോടതി ഏതാണ്? സെഷൻസ് കോർട്ട്. ലോക ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 15. ബാലവേല നിയന്ത്രിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ്? അനുച്ഛേദം 24. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.